തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ കോളേജിലേക്കുള്ള ഓട്ടമാണെങ്കിൽ ശനിയാഴ്ച ഡാൻസ് ക്ലാസ് എടുക്കാനുള്ള ഓട്ടമാണ്. ശനി ഞായറും യൂഷ്വൽ ബ്രെഡ് എന്നുള്ളതല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് വിചാരിക്കാറുണ്ടെങ്കിലും ഒന്നും നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. നവംബർ 15 ഞാൻ പഠിപ്പിക്കുന്ന 2 കുട്ടികളുടെ ബർത്ത്ഡേ ആണ്. ഇതാണ് ബെത്തു ആൻഡ് ഇതാണ് എസ്തു. ഇവരുടെ 2 പേരുടെയാണ് ബർത്ത്ഡേ. ക്രിസ്മസിന്റെ ടൈമിൽ കുറേ പേര് നാട്ടിൽ പോകുന്നത് കൊണ്ടും പിന്നെ ക്രിസ്മസ് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളത് കൊണ്ടും ഇവർക്കൊക്കെ പെർഫോം ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഇത് വേഗം തീർക്കണം. സോ അതുകൊണ്ട് തന്നെ 2 മണിക്കൂറാണ് ഇപ്പോൾ ക്ലാസ് വെക്കാറുള്ളത്. 1 മണിക്കൂർ ആകുമ്പോഴേക്കും തന്നെ ഇവർ ചോദിക്കും, ചേച്ചി ഇനി എത്ര സമയമുണ്ട്, എപ്പോഴാണ് ക്ലാസ് കഴിയാന്നൊക്കെ. ഞാൻ പറയും ഇതും കൂടിയേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുന്നോട്ടാക്കുക. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീക്കെൻഡിൽ ഗ്രോസറി വാങ്ങിക്കണമല്ലോ, അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതും ഗ്രോസറി വാങ്ങിക്കാൻ പോയി. നല്ല മഴയാണ് സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട്. സോ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തലവേദന ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ചായ അത്യാവശ്യമായിരുന്നു. ബിക്കോസ് ഈ ഈവനിങ് തന്നെ എനിക്ക് എൻ്റെ 2 സ്റ്റുഡൻസിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് അവളുടെ ബർത്ത്ഡേ. അപ്പോൾ ഒരു 12 o'clock ആകുമ്പം അവളുടെ അവിടെയും പോകണമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ പണികൾ ലൈക്ക് അലക്കുക, പിന്നെ എനിക്ക് എൻ്റെ കുറച്ച് കോൾസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ മെയിൻ പരിപാടിയാണ് എണ്ണ തേച്ച് കുളി, അത് ശനിയാഴ്ചയാണ്. അപ്പം അങ്ങനത്തെ പരിപാടികൾ, അങ്ങനെ മൊത്തത്തിൽ വന്നിട്ട് ഈ പരിപാടികളൊക്കെയാണ് ഞാൻ ചെയ്തത്. ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ബോറടിക്കുമോ എന്നുള്ളത്. വൺ സൈഡിൽ ഫുൾ ഫാമിലീസും കാര്യങ്ങളും, പിന്നെ വേറെ സൈഡിൽ ഫുൾ ഈ ചെറിയ പിള്ളേരാണ്, ഈ ജെന്നാൽഫയും ജെൻസിയും ഒക്കെ ആയിട്ടുള്ള പിള്ളേർ. പക്ഷേ പോയതും എനിക്ക് അറിയുന്ന കുറേ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ ഫുൾ കമ്പനിയായി എല്ലാവരും ആയിട്ട് തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. കുറേ നല്ല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചിക്കൻ മാത്രം കഴിക്കുന്ന നോൺ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ചിക്കനും നെയ്ച്ചോറ്, ചിക്കനും ആപ്പവും, വിച്ച് ഐ റിയലി ലൈക്ക്. ആപ്പമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. എനിക്കാണെങ്കിൽ ഈ നല്ല ചെറിയ കുട്ടികളെ എടുക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ ഈ കുട്ടീനെ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നതേ ഒരു ചെറിയ കുട്ടിയായിരുന്നു. ഐ തിങ്ക് ഷീ ഈസ് ഇൻ 6th or something. ആൻഡ് അവൾ ഭയങ്കര അടിപൊളിയായിട്ടാണ് കുട്ടീനെ എടുക്കുന്നത്. ആൻഡ് ഐ ഫെൽറ്റ് സോ അഷെയിംഡ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ പിള്ളേരുടെ കൂടെയൊക്കെ ബായൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ഹൊറിബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി മിലാനിൻ്റെ പുറത്തോട്ട് പോയി, വിച്ച് ഐ ഡിഡൻറ്റ് ഈവൻ റിയലൈസ്. എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ആൻഡ് ഐ വാസ് ഇൻ ഡീപ്പ് ട്രബിൾ. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും, വാട്ട് ഹാപ്പൻഡ് എന്നുള്ളത്. ബട്ട് സംഹൗ വിത്ത് ഗോഡ്സ് ഗ്രേസ് ക്യാബൊക്കെ പിടിക്കേണ്ടി വന്നെങ്കിലും ഞാൻ അങ്ങനെ ക്യാബ് എടുത്തിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. 2:30-3 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ എത്താനായിട്ട്. അവിടുന്ന് ഞങ്ങളിങ്ങനെ കുറേ കേക്കൊക്കെ കഴിച്ചു, പിസ്സ കഴിച്ചു, ഞങ്ങൾ കുറേ സംസാരിച്ചു. ഇറ്റ് വാസ് ലൈക്ക് 4 of us. ഞാൻ സൂപ്പർ ടയേർഡായിരുന്നു. പക്ഷെ അങ്ങനെ സംസാരിച്ച് കിടക്കുമ്പോഴേക്കും 5:30 ആയിട്ടുണ്ടായിരുന്നു ടൈം.